ഈ കാണുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഇനി നമ്മൾ ഇതേ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു റോബോട്ടിക് ഹാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇനി എന്തായാലും നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇച്ചിരി കട്ടിയുള്ള ഒരു നൂല് നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്യൂബാണ്. ഇത്തരം ട്യൂബുകളൊക്കെ നമുക്ക് അക്യൂറ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി എന്തായാലും നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് നിവർത്തി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഒരു ഇൻക്യുബേറ്ററിന്റെ ഒരു വീഡിയോ ഒക്കെ ഉപയോഗിച്ചതുകൊണ്ടാണ് അതിലൊരു ഹോളൊക്കെ കാണുന്നത്. നമ്മൾ അതിലേക്കായ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. എന്തായാലും ആ ഒരു ബോർഡ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാർഡ്ബോർഡ് നമ്മൾ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട നല്ല ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൈയുടെ ഒരു ഭാഗമാണ്. കൈ വരയ്ക്കാനുള്ള ആ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൈക്ക് വേണ്ട നല്ലൊരു പോർഷൻ നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൈ വെച്ചിട്ട് വരച്ചെടുക്കണം. നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു മുട്ട് തൊട്ട് നമ്മുടെ ബാക്കിയെല്ലാം ഇങ്ങനെ ഫുള്ളി നമുക്കിതിൽ വരച്ചെടുക്കണം. ഇതിലെന്തായാലും വലിയ പെർഫെക്ഷനും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു കൈ എങ്ങനെയാണോ അതേപടി നമ്മൾ വരച്ചങ്ങ് പോവുകയാണ്. എന്തായാലും ഇത് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു മുട്ട് ഭാഗം തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൽ വരച്ചെടുക്കണം. കാരണം നമുക്ക് കൈ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പോർഷൻ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു വരയ്ക്കുന്ന ആ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു കൈ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. എന്തായാലും അങ്ങനെ കൈ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് തന്നെ വേറൊരു പീസിൻ്റെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസാണ് നമ്മുടെ ആ ഒരു കൈ ഹോൾഡ് ചെയ്യാനുള്ള സാധനം. അപ്പോൾ ഇതിലും നമുക്കൊരു ചെറിയൊരു പോർഷൻ നമുക്ക് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്യാനുള്ളതിന് അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് നല്ല ഷേപ്പ് ആക്കി വെക്കുവാണ്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൈ അത്യാവശ്യം കയറാനുള്ള ആ ഒരു പോർഷനും പിന്നെ നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനുള്ള ആ പോർഷനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ എന്തായാലും നമ്മൾ മടക്കിയെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇതിൽ വരച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മടക്കിയ സൈഡിലത്തെ 2 പോർഷനും നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുവാണ്. അപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാനുള്ളതാണ്. അതിലേക്കൂടാണ് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ആ ഒരു റോബോട്ടിക് ഹാൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എന്തായാലും ആദ്യമേ മടക്കിയെല്ലാം സെറ്റാക്കിക്കൊണ്ട് നമുക്കൊരു ഐഡിയ വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ ഇത് കൊണ്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാനുള്ള ഒരു പ്ലേസ് നമുക്ക് ആ ഒരു കയ്യിൽ വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു വണ്ണത്തിനനുസരിച്ച് വരച്ചെങ്കിലും നമ്മൾ ആ ഒരു പോർഷൻ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. എന്തായാലും ഇതും കൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് നമ്മുടെ ആ ഒരു കൈ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു കൈ നമ്മൾ വരച്ച രീതിയിൽ തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കൂടാതെ നമ്മുടെ കയ്യിലുള്ള കത്രിക ഇച്ചിരി നല്ലതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇപ്പോൾ എന്തായാലും ആ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ വെട്ടിയെടുത്ത ഒരു കൈയുടെ ഭാഗത്തിൻ്റെ ആ ഒരു വിരലിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ കൊണ്ട് തീരും. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വിരലൊക്കെ അത്യാവശ്യം നല്ല സൂക്ഷിച്ച് തന്നെ നമ്മൾ ആ ഒരു വരച്ച രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. എന്തായാലും ഇനി ബാക്കി പരിപാടി എന്ന് പറയുമ്പോൾ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി കട്ട് ചെയ്ത് വെച്ച എല്ലാ ഭാഗങ്ങളും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഈ ഒരു പോർഷൻ നമ്മൾ അതിൽ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഗ്ലൂ ചെയ്ത് നല്ലപോലെ നിർത്തണം. നമ്മൾ അതിലേക്ക് കൈയൊക്കെ കയറ്റുമ്പോൾ പെട്ടെന്നൊന്നും ഇളകിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു വിരൽ മടങ്ങാനുള്ള ആ ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൽ അടയാളപ്പെടുത്തുകയാണ്. ഇത് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈ എങ്ങനെയാണോ മടങ്ങുന്നത് അതേപോലെ തന്നെ ഇത് മടങ്ങുന്നത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു മാർക്കിംഗ് പോയിന്റിൽ കൂടെ തന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരിക്കുള്ള വിരലൊക്കെ അനങ്ങുന്നത് എങ്ങനെയാണോ അതേപടി തന്നെ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡും നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാർഡ്ബോർഡിലെ 5 വിരലും നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് നല്ലപോലെ സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം എല്ലാം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്താണ്. പെട്ടെന്ന് തന്നെ വലിക്കുമ്പോൾ തന്നെ ആ ഒരു മടക്കനുസരിച്ച് ആ ഒരു വിരലിങ്ങനെ മടങ്ങത്തുള്ളൂ. ഇനി എന്തായാലും നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. ഇനിയിപ്പോൾ ബാക്കി പരിപാടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ട്യൂബ് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിരലിൻ്റെ ഓരോ മടക്ക് വരുന്ന ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാനുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും അങ്ങ് ഒട്ടിച്ചു തുടങ്ങാം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു തള്ളവറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ ഒരു വിരളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഈ ഒരു ട്യൂബ് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിക്കുക. ഈ ഒരു ട്യൂബ് വഴിയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നൂല് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നൂല് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വിരളിൽ നിന്ന് ഈ ഒരു ട്യൂബ് ഇങ്ങനെ പറഞ്ഞു വരാതിരിക്കാനാണ് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഒട്ടിക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു വിരളിൽ ഒട്ടിക്കുന്ന ഈ ഒരു ട്യൂബിന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതല്ലാതെ നമുക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത ട്യൂബ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ട്യൂബ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ട്യൂബൊക്കെ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വിരളെ വെച്ചേക്കുന്ന ആ ട്യൂബിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടറിയാം. ചെറിയ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു വിരളിൻ്റെ എല്ലാത്തിനും താഴെയായിട്ട് നമ്മൾ കുറച്ചുകൂടെ സൈസ് കൂട്ടി ട്യൂബിലൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിന് മുന്നേ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ 2 സൈഡും നമ്മൾ ഇതേപോലെ വേറൊരു കാർഡ്ബോർഡ് പീസ് കട്ട്
കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ്. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നേരെ ഇത് നമ്മൾ ആ ഒരു കൈയിലേക്കൂടെ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. നമ്മൾ ആ ഒരു കൈ അതിലേക്കൂടാണ് കയറുന്നത്. അപ്പോൾ കയറുമ്പോൾ പെട്ടെന്നൊന്നും പറഞ്ഞു വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഗ്ലൂ ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഏകദേശം നമ്മുടെ ആ ഒരു കൈ ഇതിലേക്കൂടെ കയറേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്യൂബിൻ്റെ കാര്യം പറയുമ്പോഴും അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബ് നമ്മൾ എല്ലാ വിരലിനെയും താഴെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു അഡീഷണൽ ബലത്തിന് വേണ്ടിയാണ് നമ്മൾ അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിൻ്റെ ഒക്കെ നൂല് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു പീസിൽ നമ്മൾ നൂല് കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് ഇതേപോലെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കുകയാണ്. എന്തായാലും ഇതേപോലെ അത്യാവശ്യം ഫോഴ്സ് ഒക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ അതുകൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നൂല് നമ്മൾ ആ ഒരു കാണുന്ന ഓരോ ട്യൂബിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു നൂലെല്ലാം കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇരിക്കും. നമ്മുടെ ആ ഒരു തള്ളവരലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാക്കി വിരലുകളൊന്നും ഒരു കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ആ ഒരു തള്ളവരലൊന്ന് സ്റ്റക്കാവുന്നൊക്കെ ഉണ്ട്. ബാക്കി വിരലൊക്കെ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ റോബോട്ടിക് ഹാം വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തുണി കഴിയുന്ന ഒരു സാധനം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുവാണ്. അധികം വെയിറ്റുള്ള സാധനമൊന്നും നമുക്കറിയാം ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഐറ്റമോ അല്ലെങ്കിൽ കുപ്പിയോ ഒക്കെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് എന്തായാലും പക്കയായിട്ടുണ്ട് അല്ലേ? പക്കയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, വെയിറ്റ് ഇല്ലാത്ത എന്ത് സാധനം നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു ബേസ് ബോർഡില്ലേ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഒരു കൈ നമുക്ക് ചെയ്ത് നോക്കാം. സാധനം സെറ്റ് അല്ലേ? തിരിച്ചാണ് സാധനം സെറ്റാ. പിന്നെ നമുക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തള്ളവരിൽ അനങ്ങാനാണ് കുറച്ച് പാട്. കാരണം തള്ളവരക്ക് ലോക്കായി പോകുന്നുണ്ട്. അപ്പം അത് നമുക്ക് വലിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏറ്റവും ദൂരെ അതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഒരു ഇച്ചിരി ടൈം എടുക്കുമല്ലേ? ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത് നൈസ് സാധനമാണ്. വേറെ മറ്റേ നമ്മുടെ തോക്കിന്റെ ഇതൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പിടിക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിന്റെ തോക്കൊക്കെ നമുക്ക് നൈസായിട്ട് പൊട്ടിക്കാനൊക്കെ പറ്റും. എന്തായാലും ചെറിയ വെയിറ്റ് ഇല്ലാത്ത ചെറിയ സാധനങ്ങൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സാധനമാണ്. അപ്പൊ നമ്മൾ ഈ സാധനം ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര പരിപാടിയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക. ജസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സംഭവം. അതെ, ഓക്കെ, ബൈ.